ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 7ത്തിലെ വസന്ത് പാഠ്യപുസ്തകത്തിലെ അപൂർവ അനുഭവ് എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കൂടെ തന്നെ സമ്മറിയും മീനിങ്സും നൽകിയിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. अपूर्व अनुभव. सभागार में शिविर लगने के 2 दिन बाद तो चांद के लिए एक बड़ा साहस करने का दिन आया. അപ്പോൾ സഭാഗാർ അതായത് ഓഡിറ്റോറിയത്തിൽ ഒരു ക്യാമ്പൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. ശിവിർ എന്ന് പറഞ്ഞാൽ ക്യാമ്പ്. അപ്പോൾ ലഗ്നിക്ക് 2 दिन बाद, അതിൻ്റെ 2 ദിവസത്തിന് ശേഷം തോത്തോച്ചാൻ के लिए एक बड़ा साहस करने का दिन आया. അതിന് ശേഷം തോത്തോച്ചാനിന് ഒരു വളരെ വലിയ സാഹസകരമായിട്ടുള്ളൊരു കാര്യം, സാഹസകരം അതായത് ചാലഞ്ചിങ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു, അഡ്വെഞ്ചറസ് ആയിട്ടുള്ള. അപ്പോൾ ഇസ് ദിൻ ഉസേ യാസുക്കി ചാൻ സേ മിൽനാഥ. യാസുക്കി ചാൻ ഒരു ഫ്രണ്ടാണ്, തോത്തോച്ചാനേക്കാൾ വയസ്സിന് പ്രായമുള്ള ഒരു കുട്ടിയാണ് യാസുക്കി ചാൻ. ഇസ് ഭേദ് കാ പത ന तो തോത്തോച്ചാൻ के माता पिता को था ना ही യാസുക്കി ചാൻ के. അപ്പോൾ തോത്തോച്ചാൻ്റെ മാതാപിതാക്കൾക്കും പിന്നെ യാസുക്കി ചാൻ്റെ മാതാപിതാക്കൾക്കും അവരുടെ ഈ രഹസ്യത്തെപ്പറ്റി അറിയില്ലായിരുന്നു. അവരെന്തോ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ പോകുന്നു, അവർ കണ്ടുമുട്ടാൻ പോകുന്നു, ഈ കാര്യമൊന്നും മാതാപിതാക്കൾ അറിയുന്നില്ല. ഉസ്നെ യാസുക്കി ചാൻ കോ അപ്നെ പേട് പർ ചढ़ने का न्योता दिया. അപ്പോൾ തോത്തോച്ചാന് തൻ്റെ മരത്തിൽ കയറാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ് യാസുക്കി ചാനെ. तोमोये में हर एक बच्चा बाग के एक पेड़ को अपने खुद के चढ़ने का पेड़ मानता था. അപ്പോൾ തൊമോയെ എന്ന സ്ഥലത്ത് ഓരോ കുട്ടിക്കും ഹരേക് ബച്ച അല്ലേ, ഓരോ കുട്ടിയുടെ കയ്യിലും ആ തോട്ടത്തിൽ ഏക് പേഡ്കോ, അത് ഓരോ മരത്തിനും അവരുടെ ഓരോരുത്തർക്കും ഓരോ മരം എന്ന രീതിയിലാണ് അവിടെ എല്ലാവർക്കും ഉള്ളത്. ചഡ്നേക്ക പേട് മാന്താത്ത, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ കയറാനുള്ള മരങ്ങളായിട്ടാണ് അവിടെ എടുക്കാറ് ആ തോമോയെ എന്ന സ്ഥലത്ത്. അപ്പോൾ തോത്തോച്ചാൻ का पेड़ मैदान के बाहरी हिस्से में കുഹോൻബുത്സു जाने वाले सड़क के पास था. അപ്പോൾ തോത്തോച്ചാൻ്റെ മരം എവിടെയായിരുന്നു? ആ മൈതാനത്തിൻ്റെ ബാഹരി ഹിസ്സ, പുറത്തുള്ള ആ പോർഷനിൽ കുഹോൻബുത്സു എന്ന സ്ഥലത്ത് പോകാനുള്ള ഒരു റോഡിൻ്റെ അടുത്തായിട്ട് വരും. അവിടെ അടുത്തൊരു റോഡുണ്ട്, ആ മരത്തിൻ്റെ റോഡിൽ മരത്തിൻ്റെ അടുത്ത ഒരു റോഡുണ്ട്. കുഹോൻബുത്സു എന്ന സ്ഥലത്ത് പോകാനുള്ള റോഡാണ് അത്, വഴി. ബഡാസ പേട് था उसका, വലിയൊരു മരമായിരുന്നു തോത്തോച്ചാൻ്റെ. ചഡ്നെ ജാओ तो पैर फिसल फिसल जाते, ഇങ്ങനെ കയറാൻ പോകുമ്പോഴേക്കും അത് ഇങ്ങനെ തെന്നി പോകുന്ന തരത്തിലുള്ള മരമായിരുന്നു ആരുടെ? തോത്തോച്ചാൻ്റെ. ठीक से चढ़ने पर ज़मीन से कोई 6 फुट की ऊंचाई पर एक द्विशाखा तक पहुंचा जा सकता है. അപ്പോൾ ദ്വിശാഖ എന്ന് പറഞ്ഞാൽ രണ്ട് ഇങ്ങനെ കമ്പുകളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോഴുള്ള ഒരു സ്ഥലം, അതായത് അവിടെ ഇരിക്കാനൊക്കെ സാധിക്കും ആ ദ്വിശാഖയിൽ. അപ്പോൾ അതിൽ കയറണമെങ്കിൽ ഒരു 6 അടി പൊക്കത്തിൽ കയറണം. അപ്പോൾ 6 फुट की ऊंचाई पर एक द्विशाखा तक पहुंचा जा सकता. അങ്ങനെ 6 അടി ഉയരത്തിൽ കയറുകയാണെങ്കിൽ ആ ദ്വിശാഖ തക് പहुंचा जा सकता, അവിടം വരെ എത്താൻ സാധിക്കും. ബിൽക്കുൽ കിസി ഝൂലേസി ആരാംദേഹ് ജഗഹ് തീ. അപ്പോൾ ഒരു ഊഞ്ഞാലിനെ പോലെ ആരാംദേഹ്, അതായത് നല്ല റെസ്റ്റ് കിട്ടുന്ന ടൈപ്പ് നല്ല രസമുള്ള ഒരു സ്ഥലമാണ് ഇത്. അതായത് ആ ദ്വിശാഖ അവിടെ എത്തുകയാണെങ്കിൽ ഒരു ഊഞ്ഞാലിനെ പോലെ തോന്നും അവിടെ ഇരിക്കുമ്പോൾ. ആരാംദേഹ് ജഗഹ് തീ യഹ്. തോത്തോച്ചാൻ അക്സർ ഖാനെ की छुट्टी के समय या സ്കൂൾ के बाद ऊपर चढ़ी मिलती. അപ്പോൾ തോത്തോച്ചാൻ സ്കൂളിൽ ഇങ്ങനെ റിസസ് ഉണ്ടാവത്തില്ല, ഭക്ഷണത്തിനായിട്ട് ഇങ്ങനെ ബ്രേക്ക് ഉണ്ടാവും. ആ സമയത്ത് അവിടെ വന്നിട്ട് ആ മരത്തിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്ന പരിപാടിയാണ് തോത്തോച്ചാന്. അപ്പോൾ സമയ സ്കൂൾ കെ ബാദ്, അത് സ്കൂളിന് ശേഷവും അത് തന്നെയാണ്. ഊപ്പർ ചढ़ी मिलती, അതിൻ്റെ മുകളിൽ എപ്പോഴും കയറുമായിരുന്നു. वहाँ से वह सामने दूर तक ऊपर आकाश को या नीचे सड़क पर चलते लोगों को देखा करती थी. അപ്പോൾ നല്ല നീളത്തിലാണിത് ഈ ദ്വിശാഖ ഉള്ളത് അല്ലെ, മരത്തിൻ്റെ 6 അടി ഉയരത്തിൽ. അപ്പോൾ ഇതിൽ കയറിയിട്ട് ദൂരെ ആകാശം വരെ അല്ല, ആകാശം നോക്കിയിരിക്കും. പിന്നെ നീച്ചെ സടക് പർ ചലത്തെ ലോഗോങ്കോ, താഴെ നടന്നു നീങ്ങുന്ന റോഡിലൂടെ നടന്നു നീങ്ങുന്ന ആളുകളെയും, കാരണം റോഡിൻ്റെ അടുത്താണ് ഈ മരമുള്ളത്. ലോഗോങ്കോ ദേഖാ കർത്തി थी. അപ്പോൾ അതായിരുന്നു തോത്തോച്ചാൻ എപ്പോഴും സ്കൂളിൻ്റെ ബ്രേക്ക് ടൈമിൽ ചെയ്യാറ്, അല്ലെങ്കിൽ സ്കൂൾ വിട്ടതിന് ശേഷം. ബच्चे अपने अपने पेड़ को निजी संपत्ति मानते थे. അതായത് എല്ലാ കുട്ടികൾക്കും അവരവരുടേതായിട്ടുള്ള മരങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞത്. അപ്പോൾ അപ്നെ പേടുക്കും, അവരവരുടെ മരത്തെ നീജി സമ്പത്തി, പേഴ്സണൽ ട്രഷറായിട്ടാണ് അവർ അതിനെ എടുക്കാറ്. പേഴ്സണലായിട്ടുള്ള സമ്പത്ത്
അല്ലേ? സ്വന്തം എന്ന രീതിയിലാണ് ഓരോ മരത്തെയും എല്ലാവരും കാണാറ്. किसी दूसरे के पेड़ पर चढ़ना हो तो उससे पहले पूरी शिष्टता से माफ़ कीजिए क्या मैं अंदर आ जाऊं पूछना पड़ता था. വേറെ ആരുടെയെങ്കിലും മരത്തിൽ കയറണമെങ്കിലോ ചढ़ना हो तो उससे पहले पूरी शिष्टता से, शिष्टता എന്ന് പറഞ്ഞാൽ നല്ല മാനറിസംസ് അല്ലേ? അപ്പോൾ മാനേഴ്സ് കാണിച്ചിട്ട് ഇങ്ങനെ ചോദിക്കണം, മാഫ് കീജിയെ, മാപ്പാക്കണം, ഞാൻ അകത്തോട്ട് വന്നോട്ടെ, അല്ലെങ്കിൽ എക്സ്ക്യൂസ് മീ, ഞാൻ അകത്തോട്ട് വന്നോട്ടെ എന്ന രീതിയിൽ ഇങ്ങനെ ചോദിക്കേണ്ടി വരും അകത്ത് കയറണം എന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ മരത്തിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ. പൂച്ഛനാപ്പെടുത്താത്ത, ഇങ്ങനെ ചോദിക്കേണ്ടി വരുമായിരുന്നു. यासुकी चान को पोलियो था, इसलिए वह न तो किसी पेड़ पर चढ़ पाता था और न किसी पेड़ को निजी संपत्ति मानता था. അപ്പോൾ യാസുക്കി ചാൻ എന്ന ആ കുട്ടി, അതായത് തോത്തോ ചാൻ യാസുക്കി ചാനെയാണ് തൻ്റെ മരത്തിലോട്ട് കയറാൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്ര എക്സൈറ്റ്മെൻറ്റിലാണ് തോത്തോ ചാൻ ഉള്ളത്. യാസുക്കി ചാനിന് പോളിയോ ആണ്, അതായത് ഒരു കാലിൽ ഇങ്ങനെ പോളിയോ എഫക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇസ്ലിയെ വന്നത്തോ കിസി പേട് പർ ചढ़ പാത്താ था. അതോ ഒരു മരത്തിലും അയാൾക്ക് യാസുക്കി ചാനിന് കയറാൻ സാധിക്കത്തില്ലായിരുന്നു. അതുമാത്രമല്ല സ്വന്തമായിട്ട് നിജി സമ്പത്തി അല്ലെ, പേഴ്സണലായിട്ട് സമ്പത്തായിട്ട് അങ്ങനത്തെ ഒരു മരവും യാസുക്കി ചാൻ്റെ പക്കൽ ഇല്ലായിരുന്നു. अतः തോത്തോ ചാൻ ने उसे अपने पेड़ पर आमंत्रित किया था. അതുകൊണ്ട് തന്നെയാണ് തോത്തോ ചാൻ തൻ്റെ മരത്തിലോട്ട് കയറാനായിട്ട് യാസുക്കി ചാനിനെ ഇൻവൈറ്റ് ചെയ്തത്, ആമന്ത്രിത് किया था. पर यह बात उन्होंने किसी से नहीं कही क्योंकि अगर बड़े सुनते तो ज़रूर डांटते. ഈ കാര്യം അതുകൊണ്ട് തന്നെയാണ് ആരോടും പറയാത്തത്, കാരണം പോളിയോ വന്ന കുട്ടിയാണ് യാസുക്കി ചാൻ അല്ലേ? അപ്പോൾ ആ മരത്തിലോട്ട് കയറ്റുക എന്നത് തന്നെ ഒരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായും മാതാപിതാക്കളോ എൽഡേഴ്സ് ആരും അത് സമ്മതിക്കത്തില്ല എന്ന് തോത്തോ ചാനിന് അറിയാമായിരുന്നു. അപ്പോൾ അവർ വഴക്ക് പറയുമെന്നറിയുന്നത് കൊണ്ട് യഹ് ബാത് ഉന്നോനെ കിസി സെ നഹി കി, രണ്ടുപേരും ആരോടും ഈ കാര്യം പറഞ്ഞിട്ടില്ല. ക്യോങ്കി അഗർ ബഡേ സുൻതേ തോ ജറൂർ ഡാൻതേ, വലിയ ആൾക്കാർ അല്ലെങ്കിൽ എൽഡേഴ്സ് കേട്ടായിരുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും വഴക്ക് പറയുമായിരുന്നു. घर से निकलते समय तोतो चान ने माँ से कहा कि वह यासुकी चान के घर ടെനൻ ചോഫു जा रही है. അപ്പോൾ ഡെനൻ ചോഫു എന്ന സ്ഥലത്താണ് യാസുക്കി ചാൻ താമസിക്കുന്നത്. അപ്പോൾ അവിടെ പോവുകയാണ് എന്നാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തോത്തോ ചാൻ അമ്മയോട് പറഞ്ഞത്, यासुकी ചാൻ്റെ വീട്ടിൽ പോവുകയാണെന്ന്. ചൂങ്കി വ झूठ बोल रही थी इसलिए उसने माँ की आंखों में नहीं झांका. അപ്പോൾ കള്ളം പറയുന്നത് കൊണ്ട് തന്നെ തോത്തോ ചാൻ ഇറങ്ങുന്ന സമയത്ത് അമ്മയുടെ കണ്ണുകളിൽ നോക്കിയില്ല. वह अपनी नजरें जूतों के फीतों पर ही गड़ाए रही. ജൂത്തോം കെ ഫീത്ത് എന്ന് പറഞ്ഞാൽ ഷൂലേസ് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഗഡായെ റഹി എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കുക, അതിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. റോക്കി ഉസ്കെ പീछे സ്റ്റേഷൻ തക്കായ, തൻ്റെ പിറകെ തന്നെ വന്നു സ്റ്റേഷന് വരെ. അപ്പോൾ ജാനെ സെ പഹലെ ഉസെ സച്ച് ബത്തായ ബിനാ തോത്തോ ചാൻ സെ റഹാ നഹി ഗയ. അപ്പോൾ തോത്തോ ചാനിന് അത് കൺട്രോൾ, തൻ്റെ കള്ളം പറയുകയാണ് ആദ്യമായിട്ടല്ലേ, അപ്പോൾ അത് മനസ്സിനെന്തോ ഒരു ഗിൽട്ടി ഫീലിംഗ്, അതുകൊണ്ട് ആയിരിക്കാം പെഹലെ ഉസെ സച്ച് ബത്തായെ ബിന, അതിന് സത്യം പറയാതെ തോത്തോ ചാനിന് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ റോക്കിയോട് മാത്രം ഇങ്ങനെ പറഞ്ഞു, തോത്തോ ചാൻ സെ റഹാ നഹി ഗയ तो जाने से पहले उसे सच बताया, റോക്കി को सच बताया, റോക്കിക്ക് സത്യം പറഞ്ഞു എവിടെയാ പോകുന്നതെന്നൊക്കെ. मैं यासुकी चान को अपने पेड़ पर चढ़ने देने वाली हूँ, उसने बताया. ഞാൻ യാസുക്കി ചാനെ എൻ്റെ മരത്തിൻ്റെ മുകളിൽ കയറ്റാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. जब तोतो चान स्कूल पहुंची तो रेल पास उसके गले के आसपास हवा में उड़ रहा था. തോത്തോ ചാൻ സ്കൂളിൽ എത്തിയപ്പോഴേക്കും ആ റെയിൽ പാസ്, ട്രെയിനിൽ പോകാനുള്ള ആ പാസ്, റെയിൽ പാസ് ആ കഴുത്തിലിങ്ങനെ ആടുകയായിരുന്നു. ആസ്പാസ് ഹവാമേ ഉഡ് റഹാ ഥ, ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കാറ്റുണ്ടായിരുന്നു, നല്ല കാറ്റുള്ള സമയമായിരുന്നു. പാസ് ഹവാമേ ഉഡ് റഹാ ഥ, ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു. യാസുക്കി ചാൻ ഉസെ മൈതാൻ മേ ക്യാരിയോം കെ പാസ് മില. യാസുക്കി ചാൻ ആ മൈതാനത്തിൻ്റെ ഇങ്ങനെ ഓടകളുണ്ടാവില്ല, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു യാസുക്കി ചാൻ. ഗർമി കി ചുട്ടിയോം കെ കാരൺ സബ് സൂനാ പടാ ഥ. സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാം നിശബ്ദതയായിരുന്നു അവിടെ. സൂനാ പട്ന എന്ന് പറഞ്ഞാൽ അവിടെ ആരുമില്ലാതാവുക അല്ലെ, നിശബ്ദമായിട്ടുള്ളൊരു സ്ഥലം, ആരുമില്ലാത്ത ഒരു സ്ഥലം. അപ്പോൾ അങ്ങനെ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് ആരും അവിടെ ഉണ്ടായിരുന്നില്ല. യാസുക്കി ചാൻ ഉസ്സെ കുൽ ജമാ ഏക് ഹി വർഷ് ബടാ ഥ.
ഏകദേശം ഒരു വർഷം പ്രായത്തിലെ വലുതുണ്ടാവൂ യാസുക്കി ചാൻ. അതായത് ഒരു വർഷ പ്രായം വലുതാണ് യാസുക്കി ചാൻ തോത്തോ ചാനേക്കാൾ. पर തോത്തോ ചാൻ കോ വ അപ്നെ സെ ബഹുത് ബഡാ ലഗ്താ था. പക്ഷെ തോത്തോ ചാൻ എപ്പോഴും യാസുക്കി ചാൻ തന്നേക്കാൾ വളരെ മൂത്ത, അതായത് വളരെ പ്രായം ചെന്ന ആളാണ് എന്ന രീതിയിലാണ് തോത്തോ ചാൻ, അതായത് റെസ്പെക്റ്റ് കൊടുത്തായിരിക്കും സംസാരിക്കുക അല്ലേ. അപ്പോൾ തോത്തോ ചാൻ കോ വ അപ്നെ സെ ബഹുത് ബഡാ ലഗ്താ था. जैसे ही यासुकी चान ने तोतो चान को देखा वह पैर घसीटता हुआ उसकी ओर बढ़ा. അപ്പോൾ ജസ്റ്റ് തോത്തോ ചാനിനെ അവിടെ ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ യാസുക്കി ചാൻ വേഗം കാലിങ്ങനെ വലിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ട് വന്നു. ഉസ്കെ ഹാത്ത് അപ്നി ചാൽ കോ സ്ഥിർ കർനെ കെ ലിയെ ദോനും ഓർ ഫൈലെ ഹുവേ തെ. അത് ബാലൻസ് കിട്ടാനായിട്ട് എങ്ങനെയാണ് യാസുക്കി ചാൻ നടന്നത്? രണ്ട് കൈയും ഇങ്ങനെ ഫൈലെ ഹുവേ, അതിങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. അപ്നി ചാൽ കോ സ്ഥിർ കർനെ കെ ലിയെ, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുന്നോട്ട് കൈകളിങ്ങനെ വെച്ചിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. തോത്തോ ചാൻ ഉത്തേജിത് തീ. തോത്തോ ചാനിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഉത്തേജിത് പറഞ്ഞാൽ എക്സൈറ്റഡ് ആവുക. അപ്പോൾ തോത്തോ ചാൻ ഉത്തേജിത് തീ. വേ ദോനോ മാച്ച് കുछ ऐसा करने वाले थे जिसका भेद किसी को भी पता न था. എന്തോ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു, അത് അതിൻ്റെ ആ രഹസ്യം വേറെ ആർക്കും അറിയത്തുമില്ലായിരുന്നു. वह उल्लास में ठिठिया कर हंसने लगी. यासुकी चान भी हंसने लगा. അങ്ങനെ സന്തോഷം കൊണ്ട് തോത്തോ ചാൻ ഠിഠിയാക്കർ ഹസ്നെ ലഗി. ഠിഠിയാക്കർ എന്ന് പറഞ്ഞാൽ ഖിൽഖിലാക്കർ ഹസ്നെ ലഗി. പിന്നെ യാസുക്കി ചാൻ ബി ഹസ്നെ ലഗ. യാസുക്കി ചാനും കൂടെ തന്നെ ചിരിക്കാൻ തുടങ്ങി. तो चैन यासुकी चैन को अपने पेड़ की ओर ले गई और उसके बाद वह तुरंत चौकीदार के छप्पर की ओर भागी, जैसा उसने रात को ही तय कर लिया था. അപ്പോൾ തോത്തോ ചാൻ ആദ്യം രാത്രി തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇക്കാര്യം. തോത്തോ ചാൻ യാസുക്കി ചാൻ ആ മരത്തിൻ്റെ അവിടെ നിർത്തി, എന്നിട്ട് ഉടനെ തന്നെ ഓടിപ്പോയി വാച്ച്മാൻ്റെ ആ മുറിയിലുള്ള മുകളിലത്തെ പോർഷനിലോട്ട് കയറി. അതായത് ചോക്കിദാർക്ക് ഛപ്പർക്കി ഓർ ഭാഗി, ആ കുടില് പോലത്തെയാണ് വാച്ച്മാൻ്റെ ഒരു റൂം. അപ്പോൾ അവിടെ പോയിട്ട് എന്താണ് ചെയ്തത്? ജസാ ഉസ്നെ രാത് കോ ഹി തൈ കർ ലിയാ था. രാത്രി ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വഹാസെ വ എക് സീഡി ഘസീട്ടി ഹുയിലായി. അവിടെ നിന്ന് ഒരു ഏണി ഇങ്ങനെ വലിച്ചഴിച്ചുകൊണ്ട് വന്നു. उसे तने के सहारे ऐसे लगाया जिससे वह द्विशाखा तक पहुंच जाए. അപ്പോൾ ഉസെ തനെ എന്ന് പറഞ്ഞാൽ ട്രങ്ക്, ആ മരത്തിൻ്റെ ആ ട്രങ്കിൻ്റെ അവിടെ ഇങ്ങനെ വെച്ചു. ऐसे लगाया जिससे वह द्विशाखा तक पहुंच जाए. ആ ദ്വിശാഖ അതായത് രണ്ട് കമ്പുകളായിട്ട്, രണ്ട് ശാഖകളായിട്ട് മാറുന്ന ഒരു പോർഷനെയാണ് ദ്വിശാഖ എന്ന് പറയുന്നത്. ആ ദ്വിശാഖ ആകുന്ന ആ സ്ഥലത്തേക്ക് എത്തുന്നത് പോലെ ആ ഏണി ആ ട്രങ്കിലോട്ട് ചാരി വെച്ചു. വ കുർസി സെ ഊപ്പർ ചടി ഓർ സീഡി കെ കിനാരെ കോ പകഡ് ലിയ. അപ്പോൾ സ്വയം തോത്തോ ചാൻ എന്ത് ചെയ്തു? ഒരു ചെയറിൻ്റെ മുകളിൽ കയറി നിന്നു. എന്നിട്ട് ആ സീഡി, ആ ഏണിയെ ഏണിയുടെ അരികിലൊക്കെ ഇങ്ങനെ പിടിച്ചു നിന്നു. തബ് ഉസ്നെ പുകാര, ठीक है अब ऊपर चढ़ने की कोशिश करो. ശരി, ഇനി എല്ലാം ശരിയായി, ഇനി വേഗം മുകളിലോട്ട് കയറാൻ ശ്രമിച്ചേ എന്ന് ആരോട് പറഞ്ഞു? യാസുക്കി ചാനോട് തോത്തോ ചാൻ പറഞ്ഞു. यासुकी चान के हाथ पैर इतने कमज़ोर थे कि वह पहली सीढ़ी पर भी बिना सहारे के चढ़ नहीं पाया. അപ്പോൾ യാസുക്കി ചാൻ്റെ കൈകളും കാലുകളും വളരെയധികം വീക്കായിരുന്നു, കംസോർ थे. तो वह पहली सीढ़ी पर भी बिना सहारे के चढ़ नहीं पाया. അപ്പോൾ ആരുടെങ്കിലും സഹാര, അതായത് സഹായമില്ലാതെ അല്ലെങ്കിൽ സപ്പോർട്ടില്ലാതെ ആദ്യത്തെ സ്റ്റെപ്പ് പോലും കയറാൻ യാസുക്കി ചാനിന് സാധിക്കുന്നില്ലായിരുന്നു. इस पर तोतो चान नीचे उतर आई और यासुकी चान को पीछे से धकियाने लगी. അതിനായിട്ട് താഴെ ഇറങ്ങി വന്നു തോത്തോ ചാൻ. ആ ചെയറിൻ്റെ മുകളിൽ നിൽക്കുകയായിരുന്നു അല്ലേ, ഏണി പിടിച്ചിട്ട്. അപ്പോൾ താഴെ ഇറങ്ങി വന്നിട്ട് താഴെ നിന്നും യാസുക്കി ചാനിനെ മുകളിലോട്ട് ഇങ്ങനെ തള്ളാൻ തുടങ്ങി. ധക്കിയാനെ ലഗി, ധക്ക ദേനെ ലഗി. पर तोतो चान थी छोटी और नाजुक सी, इससे अधिक सहायता क्या करती. തോത്തോ ചാൻ ആണെങ്കിലോ വളരെ കൊച്ചുകുട്ടിയായിരുന്നു അല്ലേ. അപ്പോൾ നാസുക് സി, നല്ല കോമളമായിട്ടുള്ള കുട്ടിയായത്, ചെറിയ കുട്ടിയായിരുന്നു. ഇസെ അധിക് സഹായത്ത ക്യാ കർത്തി, ഇതിനേക്കാൾ കൂടുതൽ സഹായം എങ്ങനെ ചെയ്യുമായിരുന്നു. यासुकी चान ने अपना पैर सीढ़ी पर से हटा लिया और हताशा से सिर झुकाकर खड़ा हो गया. അപ്പോൾ ഡിപ്രസ്ഡായി, ആ വിഷമം തോന്നി, കയറാൻ സാധിക്കുന്നില്ല എന്നൊരു വിഷമം അല്ലേ. അതുകൊണ്ട് കാലുകൾ ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് തന്നെ താഴെ ഇറക്കി. എന്നിട്ട് ഹതാശാസെ സിർ ജുക്കാക്കർ ഖടാ ഹോ ഗയാ യാസുക്കി ചാൻ. അപ്പോൾ ഇങ്ങനെ തലയും കുനിച്ച് വിഷമിച്ച് യാസുക്കി ചാൻ അവിടെ നിന്നു.
तोतो चान को पहली बार लगा कि काम उतना आसान नहीं है जितना वह सोचे बैठी थी. अब क्या करे वह? അപ്പോൾ ആദ്യമായിട്ട് തോത്തോച്ചാൻ ഞാൻ ചിന്തിച്ചതുപോലെയല്ല ഈ എന്താണ് ജോലി, അതായത് കാം ഉത്ന ആസാൻ നഹി ഹെ, അത്ര എളുപ്പമല്ല ഇത് ഈ കാര്യം നടത്തി തീർക്കുക എന്നത്. ജിത്ന വ സോച്ചേ ബാഠിത്തെ, അത്രയ്ക്ക് അങ്ങനെ വിചാരിച്ചതുപോലെയൊന്നും അല്ല എന്ന്. അപ്പ് ക്യാ കരേ, ഇനി എന്താണ് ചെയ്യാൻ സാധിക്കുക? യാസുക്കി ചാൻ ഉസ്കെ പേട് പർ ചढ़े, യഹ് ഉസ്കി ഹാർദിക് ഇച്ഛാ ഥി. അപ്പോൾ തോത്തോച്ചാൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു എന്താണ്, യാസുക്കി ചാനെ തൻ്റെ മരത്തിലോട്ട് കയറ്റുക എന്നത്. യാസുക്കി ചാൻ കെ മൻ മേ ഭി ഉത്സാഹ ഥ, ആ സമയത്ത് യാസുക്കി ചാൻ്റെ മനസ്സിലും ആ ഉത്സാഹം, അതായത് ചെയ്യണം, അതിൽ മുകളിൽ കയറണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു, ഒരു ഉത്സാഹമുണ്ടായിരുന്നു. വ ഉസ്കെ സാമനെ ഗയി, അതിനുശേഷം തോത്തോച്ചാൻ യാസുക്കി ചാൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് ഉസ്കാ ലട്ക चेहरा इतना उदास था कि तोतोचान को उसे हंसाने के लिए गाल फुलाकर तरह तरह के चेहरे बनाने पड़े. അപ്പോൾ ആ സമയത്ത് നിരാശനായിട്ട് നിൽക്കുകയായിരുന്നു യാസുക്കി ചാൻ, അല്ലേ, വിഷമിച്ചിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഉസ്കാ ലട്ക ചെഹറ, മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത് കണ്ടിട്ട് ഉദാസ് था कि തോത്തോച്ചാൻ को उसे हंसाने के लिए, ചിരിപ്പിക്കാനായിട്ട് ഇങ്ങനെ മുഖത്തിലിങ്ങനെ വായിലിങ്ങനെ എയർ കയറ്റിട്ട്, അത് ഇങ്ങനെ മുഖം വീർപ്പിച്ചൊക്കെ കാണിച്ചിട്ട് വേറെ തരത്തിലുള്ള മുഖത്തിൻ്റെ ഭാവങ്ങളൊക്കെ മാറ്റിയിട്ട് ചിരിപ്പിക്കാനായിട്ട് തോത്തോച്ചാന് ശ്രമിക്കേണ്ടതായിട്ട് വന്നു. ठहरो एक बात सूझी है, ഒന്ന് നിൽക്കൂ, ഒരു കാര്യമുണ്ട്, ഒരു കാര്യം മനസ്സിൽ വന്നിട്ടുണ്ട്. वह फिर चौकीदार के छप्पर की ओर दौड़ी और हर एक चीज़ उलट पुलट कर देखने लगी. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഒരു കാര്യം മനസ്സിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഓടുകയാണ് ഇങ്ങോട്ട്, ചപ്പർ, അതായത് ആ ചോക്കിദാറിൻ്റെ അവിടെ, ആ വാച്ച്മാൻ്റെ ആ വീട്ടിലോട്ട് ഓടുകയാണ്. എന്നിട്ട് അവിടെ പോയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കുകയാണ്, എന്തോ ഒരു സാധനം ഇങ്ങനെ തപ്പുകയാണ്. ആഖിർ ഉസേ ഏക് തിപ്പായി സീഢി മിലി ജിസെ താമേ രഹന ഭി ജറൂരി നഹി താ. തിപ്പായി, 3 കാലുകളുള്ള ഒരു സീഡി, അങ്ങനത്തെ ഏണി കിട്ടി, അതായത് തിപ്പായി. അപ്പോൾ അതിൽ കയറുകയാണെങ്കിൽ ബാലൻസ് പോകത്തില്ല, അല്ലേ. ജിസെ താമേ രഹന ഭി ജറൂരി നഹി താ, അതിനെ പിടിച്ച് നിൽക്കണം എന്നതും ആവശ്യം അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സീഡി കിട്ടി. वह तिपाई सीढ़ी को घसीट कर ले आई तो अपनी शक्ति पर हैरान होने लगी. അപ്പോൾ സ്വയം തൻ്റെ കഴിവിന്, അതായത് തൻ്റെ സ്ട്രെങ്ത്തിനോട് അതിശയം തോന്നി തുടങ്ങി. കാരണം ആ 3 കാലുള്ള ആ ഏണി എങ്ങനെയോ വലിച്ചിഴച്ചുകൊണ്ടാണ് താൻ വന്നത് എന്ന് ഓർക്കുമ്പോൾ തന്നെ, അതായത് വह तिपाई सीढ़ी को घसीट कर ले आई तो अपनी शक्ति पर हैरान होने लगी. അതിശയം തോന്നി സ്വയം തോത്തോച്ചാന്. तिपाई की ऊपरी सीढ़ी द्विशाखा तक पहुंच रही थी. അപ്പം ആ ഏണിയാണെങ്കിലോ കറക്റ്റ് ദ്വിശാഖ തക് പहुंच रही थी, ദ്വിശാഖ വരെ എത്തുന്നുണ്ടായിരുന്നു. देखो अब डरना मत, उसने बड़ी बहन की सी आवाज़ में कहा, यह डगमगाएगी नहीं. അപ്പോൾ ഈ ഏണി പേടിക്കണ്ട, ഇതിങ്ങനെ കുലുങ്ങത്തില്ല, അനങ്ങത്തില്ല, അപ്പോൾ ഇനി പേടിക്കരുതേ എന്ന് പറയുകയാണ് ഒരു വലിയ ചേച്ചിയെ പോലെ, അല്ലേ. देखो अब डरना मत, उसने बड़ी बहन की सी आवाज़ में, ഒരു വലിയ ചേച്ചി എങ്ങനെയാണോ അനുജനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അതുപോലെ പറഞ്ഞു. देखो अब डरना मत, ഇനി പേടിക്കരുത്, ഈ ഏണിയാണെങ്കിലോ ഡഗ്മഗായേഗി നഹി, ഇത് അനങ്ങത്തില്ല, ഇത് കുലുങ്ങത്തില്ല എന്ന് പറഞ്ഞു സമാധാനിപ്പിച്ചു. यासुकी चान ने घबराकर तिपाई सीढ़ी और पसीने से तरबतर तोतोचान की ओर देखा. घबराकर, യാസുക്കി ചാൻ പേടിച്ചുകൊണ്ട് ആ തിപ്പായി സീഡി അതിനും നോക്കി. പിന്നെ ഇങ്ങനെ വേർത്ത് കുളിച്ചിരിക്കുന്ന പസീനേസെ തെർബത്തർ, അതായത് ഇങ്ങനെ വെള്ളം വേർപ്പ് കൊണ്ട് ഇങ്ങനെ കുളിച്ചിരിക്കുന്നത് പോലെയുള്ള തോത്തോച്ചാനെയും നോക്കി. അപ്പോൾ ഉസേ ഭി കാഫി പസീന ആ റഹാ താ, അവനും, അതായത് യാസുക്കി ചാനും കയറണമല്ലോ എന്നൊരു ഒരു പേടി ഭയം കൊണ്ട് ഇങ്ങനെ വേർക്കുന്നുണ്ടായിരുന്നു. ഉസ്നെ പേട് കി ഓർ ദേഖാ ഓർ തബ് നിശ്ചയ കെ സാത്ത് പാവ് ഉഠാക്കർ പഹലി സീഡി പർ രഖാ. അങ്ങനെ വീണ്ടും ആ മരത്തിലോട്ട് നോക്കി, എന്നിട്ട് പതുക്കെ തീരുമാനിച്ചു, നിശ്ചയക്ക് സാത്ത്, ഒരു നിശ്ചയത്തോടെ ആ കാല് വീണ്ടും എടുത്ത് ആദ്യത്തെ സ്റ്റെപ്പിലോട്ട് വെച്ചു. ഉൻ ദിനോं को यह बिल्कुल भी पता न चला, उन दोनों को यह बिल्कुल भी पता न चला कि कितना समय यासुकी चान को ऊपर तक चढ़ने में लगा. രണ്ടുപേർക്കും മനസ്സിലായില്ല എത്ര സമയമെടുത്തു എന്ന്, രണ്ടുപേരും അവിടെ മുകളിൽ വരെ എത്താനായിട്ട്.
ऊपर तक चढ़ने में लगा. എത്ര സമയം എടുത്തെന്ന് പോലും അറിയത്തില്ല. സൂരജ് കാ താപ് ഉൻ पर पड़ रहा था. സൂര്യൻ്റെ ആ ചൂട് അവരുടെ ശരീരത്തിലോട്ട് കൊള്ളുന്നുണ്ടായിരുന്നു. पर दोनों का ध्यान यासुकी चान के ऊपर तक पहुंचने में रमा था. പക്ഷെ രണ്ടുപേരുടെയും ശ്രദ്ധ എന്തായിരുന്നു? അതിൽ കയറുന്നതിലായിരുന്നു അല്ലേ. ആ സ്റ്റെപ്സ് കയറി എങ്ങനെയെങ്കിലും മുകളിലെത്തണം എന്നത് തന്നെയായിരുന്നു അവരുടെ മനസ്സിൽ മുഴുവനും ഉണ്ടായിരുന്നത്. റമാഥ അത് തന്നെയായിരുന്നു മനസ്സിൽ ഉണ്ടായിരുന്നത്. तो चांद नीचे से उसका एक एक पैर सीढ़ी पर धरने में മദത് കർ രഹി തി. അങ്ങനെ തോത്തോച്ചാൻ താഴെ നിന്നിട്ടാണെങ്കിൽ പോലും എങ്ങനെയൊക്കെയോ സ്റ്റെപ്പിലോട്ട് കാല് മുന്നോട്ട് വെക്കാനായിട്ട് യാസുക്കി ചാനിന് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മദത് കർ രഹി തി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. अपने सिर से उसके पिछले हिस्से को भी स्थिर करती रही. अपने सिर से തല കൊണ്ട് उसके पिछले हिस्से को भी स्थिर करती रही. തൻ്റെ അയാളുടെ താഴത്തെ കാലിൻ്റെ ആ പോർഷൻ എങ്ങനെയൊക്കെയോ അത് നിയന്ത്രിച്ചു കൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. യാസുക്കി ചാൻ പൂരി ശക്തിക്ക് സാത്ത് ജൂജ് രഹാ താ. യാസുക്കി ചാൻ സ്വന്തം മുഴുവനും ശക്തി ഉപയോഗിച്ചിട്ടാണ് അതിലോട്ട് കയറാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. ഓർ ആഖിർ വ ഊപ്പർ പഹുഞ്ച് ഗയ. അങ്ങനെ മുകളിൽ അവസാനമായിട്ട് എത്തിച്ചേർന്നു. ഹുറേ पर उसे अचानक सारी मेहनत बेकार लगने लगी. ഹുറേ എന്ന് പറയുകയും ചെയ്തു സന്തോഷം കൊണ്ട്. പക്ഷെ അച്ചാനക് പെട്ടെന്ന് എല്ലാ മെഹനത്ത് അതായത് എല്ലാ പരിശ്രമവും വെറുതെ ആയല്ലോ എന്ന് തോന്നിപ്പോയി. ബേക്കാർ ലഗ്നെ ലഗി വെറുതെ ആയല്ലോ എന്ന്. തോത്തോച്ചാൻ സിഡി पर से छलांग लगाकर द्विशाखा पर पहुंच गई. അങ്ങനെ തോത്തോച്ചാൻ എങ്ങനെയോ ചാടി ദ്വിശാഖയിലോട്ട് കയറി ഇരിക്കുകയും ചെയ്തു. पर यासुकी चान को सीढ़ी से पेड़ पर लाने की हर कोशिश बेकार रही. पर यासुकी चान സ്റ്റെപ്പ് കയറി എങ്ങനെയോ ഏണി കയറിയിട്ട് മുകളിൽ എത്തിയെങ്കിലും ദ്വിശാഖയുടെ അടുത്ത് എത്തിയെങ്കിലും അതിൽ ചാടി കയറി ഇരിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. തോത്തോച്ചാന് ഉടനെ തന്നെ അതിൽ കയറി ഇരിക്കുകയും ചെയ്തു. പക്ഷേ യാസുക്കി ചാന് അത് സാധിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് സ്വയം തോന്നി എന്താണ് എല്ലാ പരിശ്രമവും വെറുതെ ആയല്ലോ എന്ന്. യാസുക്കി ചാൻ സീഡി താമേ തോത്തോച്ചാൻ കി ഓർ താക്കനെ ലഗ. അങ്ങനെ യാസുക്കി ചാൻ ആ ഏണിയും പിടിച്ച് ഇങ്ങനെ നോക്കുകയായിരുന്നു. തോത്തോച്ചാൻ വിഷമത്തോടെ താക്കനെ ലഗ ഇങ്ങനെ നോക്കുക, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ തോത്തോച്ചാനെ നോക്കുകയായിരുന്നു വിഷമത്തോടെ. തോത്തോച്ചാൻ കി റുലായി ചുട്നേക്കോ ഹുയി. തോത്തോച്ചാനാണെങ്കിൽ കരച്ചിൽ വരുന്നുണ്ടായിരുന്നു ആ സമയത്ത്. കാരണം ഇത്രയും പരിശ്രമിച്ചിട്ട് അവിടെ മുകളിൽ വരെ എത്തിയിട്ട് പോലും അതിൽ ഇരുത്താൻ പറ്റുന്നില്ലല്ലോ. അതായത് യാസുക്കി ചാനിനെ ആ ദ്വിശാഖയിലോട്ട് ഇരുത്താൻ പറ്റുന്നില്ലല്ലോ എന്ന വിഷമം കൊണ്ട് ഇങ്ങനെ കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. ഉസ്നെ चाहा था कि यासुकी चान को अपने पेड़ पर आमंत्रित कर തമാം നയി നയി ചീസേൻ ദിഖായേ. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു യാസുക്കി ചാനിനെ തൻ്റെ മരത്തിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് നല്ല നല്ല കാര്യങ്ങൾ കാണിക്കണം. അവിടെ ഇരുന്നിട്ട് ആകാശവും പിന്നെ ആ റോഡിലൂടെ നടന്നു പോകുന്ന ആളുകളെയും ഒക്കെയാണ് തോത്തോച്ചാൻ നോക്കാറ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് കുറേ കാര്യങ്ങൾ യാസുക്കി ചാനിനെ കാണിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ആണ് വിഷമിക്കുന്നത് ആര്? തോത്തോച്ചാൻ. पर वह रोई नहीं. പക്ഷെ കരഞ്ഞില്ല. കരച്ചിൽ വരുന്നുണ്ടായിരുന്നു പക്ഷെ കരഞ്ഞില്ല. ഉസെ ഡർ താ कि उसके रोने पर यासुकी चान भी रो पड़ेगा. തോത്തോച്ചാന് പേടിയായിരുന്നു ആ സമയത്ത് എങ്ങാനും ഞാൻ കരഞ്ഞു പോയാൽ യാസുക്കി ചാനും കരയും എന്ന് എന്ന് മനസ്സിലുള്ളത് കൊണ്ട് കരയാതെ നോക്കി. ഉസ്നെ യാസുക്കി ചാൻ കാ പോളിയോ സെ पिचकी और अकड़ी उंगलियों वाला हाथ अपने हाथ में थाम लिया. യാസുക്കി ചാൻ്റെ കൈകൾ ആ പോളിയോ വന്നിട്ട് ഇങ്ങനെ വിരലുകളൊക്കെ ഇങ്ങനെ ചുരുണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ പിച്കി ഓർ അക്കടി ഉംഗ്ലിയോംകോ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ആ വിരലുകൾ പിന്നെ ഇങ്ങനെ ചതഞ്ഞിരിക്കുന്നതും വളഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള ആ വിരലുകൾ തൻ്റെ കൈകളിലോട്ട് എടുത്തു. ഥാംലി അതിനെ പിടിച്ചു, കൈകളെ പിടിച്ചു. എന്നിട്ട് ഉസ്കെ ഖുദ് കെ ഹാത്ത് സെ വ ബഡാ താ. അപ്പോൾ അത് പിടിക്കുമ്പോൾ തന്നെ എന്താണ് പറയുന്നത് ലേഖകൻ? തൻ്റെ തോത്തോച്ചാൻ്റെ കൈകളേക്കാൾ വലുതായിരുന്നു യാസുക്കി ചാൻ്റെ കൈകൾ. ഉംഗ്ലിയാം ബി ലംബി തീ. വിരലുകളും വളരെ നീളമുള്ള വിരലുകളായിരുന്നു. ദേർ തക് തോത്തോച്ചാൻ ഉസ്ക ഹാത്ത് താമേ റഹി. കുറേ നേരം യാസുക്കി ചാൻ്റെ കൈകൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു. തബ് ബോലി തും ലേറ്റ് ജാओ, मैं तुम्हें पेड़ पर खींचने की कोशिश करती हूँ.
അപ്പോൾ ആ മുകളിലെത്തിയപ്പോൾ ഏണിയുടെ ആ മുകളിലത്തെ പോർഷൻ ഇങ്ങനെ ഫ്ലാറ്റ് ആയിരിക്കും അല്ലേ. അവിടെ എത്തിയപ്പോഴേക്കും പറഞ്ഞു, നീ കിടന്നോ, ഞാൻ വലിച്ച് നിന്നെ എന്താണ് പിടിച്ച് വലിച്ച് അതിൽ ഇരുത്താൻ ശ്രമിക്കാം. തും ലേറ്റ് ജാओ, നീ ഇവിടെ കിടക്ക്, मैं तुम्हें पेड़ पर खींचने की कोशिश करती हूँ, ഞാൻ മരത്തിലോട്ട് ഇങ്ങനെ വലിച്ച് കയറ്റാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. ഉസ് സമയ ദ്വിശാഖ पर खड़ी तोत्तो-चान द्वारा यासुकी चान को पेड़ की ओर खींचते अगर कोई बड़ा देखता तो वह ज़रूर डर के मारे चीख उठता. അപ്പോൾ ആരെങ്കിലും ഇത് കണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് ഈ ദ്വിശാഖയിൽ നിൽക്കുകയായിരുന്നു കടി തോത്തോച്ചാൻ ദ്വാര. അപ്പോൾ ആ ദ്വിശാഖയിൽ നിൽക്കുകയായിരുന്നു തോത്തോച്ചാൻ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ കിടന്ന് യാസുക്കി ചാനിനെ ഇങ്ങനെ പിടിച്ച് വലിച്ച് ആ ദ്വിശാഖയിലോട്ട് ഇരുത്താൻ ശ്രമിക്കുന്ന ആ സീന്, ആ സന്ദർഭം ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജറൂർ ഡർക്കെമാരെ ചീ കൊടുത്ത വിളിച്ച് കൂവുമായിരുന്നു ആരെങ്കിലും കണ്ടായിരുന്നെങ്കിൽ പേടിച്ചിട്ട്. കാരണം അത്രയ്ക്ക് റിസ്കി ആയിട്ടുള്ള കാര്യമാണ് അവിടെ തോത്തോച്ചാൻ ചെയ്തത്, യാസുക്കി ചാനെ എങ്ങനെയെങ്കിലും ആ മരത്തിൽ കയറ്റി ഇരുത്താൻ വേണ്ടിയിട്ട്. ഉസേ വേ സച്ച് മേ ജോക്കിം ഉഠാത്തെ ഹി ദിഖായി ദേത്തെ, തീർച്ചയായും ശരിക്കും അവരെന്താണ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ചെയ്യുന്നത് എന്ന് കാണപ്പെടുമായിരുന്നു എല്ലാവർക്കും. ജോക്കിം അതായത് റിസ്ക് എടുക്കുന്നത് അല്ലേ. पर यासुकी चान को तोत्तो-चान पर पूरा भरोसा था और वह खुद भी यासुकी चान के लिए भारी खतरा उठा रही थी. पर യാസുക്കി ചാൻ കോ തോത്തോച്ചാൻ पर पूरा भरोसा था. യാസുക്കി ചാനിന് നല്ല വിശ്വാസമായിരുന്നു തോത്തോച്ചാനോട്. ഭരോസ था, വിശ്വാസമായിരുന്നു. और वह खुद भी यासुकी चान के लिए भारी खतरा उठा रही थी. എന്തുകൊണ്ട് വിശ്വാസം തോന്നത്തില്ല? കാരണം തോത്തോച്ചാന് സ്വയം എന്താണ് വളരെയധികം റിസ്ക് എടുത്തിട്ടാണ് യാസുക്കി ചാനിനെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. ഖത്ര ഉഠാ റഹി തി, ആ റിസ്ക് എടുക്കുകയായിരുന്നു. അപ്നെ നന്നേ ഹാത്തോ സേ വ പൂരി താക്കത്ത് സേ യാസുക്കി ചാൻ കോ ഖീഞ്ചനെ ലഗി, തൻ്റെ കൊച്ചു കൈകൾ കൊണ്ട് മുഴുവൻ ശക്തിയും ഉപയോഗിച്ചിട്ട് പൂരി താക്കത്ത് സേ യാസുക്കി ചാൻ കോ ഖീഞ്ചനെ ലഗി, വലിക്കാൻ തുടങ്ങി. बादल का एक टुकड़ा, बड़ा टुकड़ा बीच बीच में छाया करके उन्हें कड़कती धूप से बचा रहा था. ഈവൻ ബാദൽ അതായത് മേഘങ്ങൾ വരെ അവരെ സഹായിക്കുന്നു എന്ന രീതിയിലാണ് പറയുന്നത്. ബാദൽ ക എക് ബഡാ ടുക്ട, മേഘത്തിൻ്റെ ഒരു വലിയൊരു കഷ്ണം തന്നെ ഇങ്ങനെ കാറ്റത്ത് പറന്ന് ഇങ്ങനെ ടുക്ട ബീച്ച് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് തണൽ കൊടുക്കുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു. ഛായ കർക്കെ ഉനെ കടക്തി ധൂപ് സെ ബച്ചാ രഹാ താ, ആ പൊള്ളുന്ന വെയിലിൽ നിന്നും അവരെ രക്ഷിക്കുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ കട്ടിയുള്ള മേഘങ്ങൾ വന്ന് അവർക്ക് തണലേകുന്നുണ്ടായിരുന്നു. काफ़ी मेहनत के बाद दोनों आमने सामने पेड़ की द्विशाखा पर थे. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ മുന്നോട്ട് അല്ല മുമ്പിൽ ഇങ്ങനെ അപ്പുറത്തിപ്പുറത്തുമായിട്ട് ആ ദ്വിശാഖയുടെ അവിടെ കയറി എങ്ങനെയൊക്കെയോ ഇരുന്നു. കാഫി മെഹനത് കെ ബാദ്, വളരെയധികം പരിശ്രമിച്ചതിന് ശേഷം. പസീനെ സെ तर बतर अपने बालों को चेहरे पर से हटाते हुए തോത്തോച്ചാൻ ने सम्मान से झुककर कहा, मेरे पेड़ पर तुम्हारा स्वागत है. അപ്പോൾ പസീനേസെ തർബത്തർ, അതായത് ഇങ്ങനെ വേർത്തിങ്ങനെ കുളിച്ചിരിക്കുകയാണ്, നനഞ്ഞിരിക്കുകയാണ് മുഴുവനായിട്ടും. തർബത്തർ എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും നനഞ്ഞിരിക്കുക. തർബത്തർ അപ്നെ ബാലോങ്കോ, തൻ്റെ മുടികളെ ഇങ്ങനെ വേർപ്പ് കൊണ്ട് നനഞ്ഞിരിക്കുന്ന ആ മുടികളെ മുഖത്തു നിന്നും മാറ്റിക്കൊണ്ട്, ചെഹരെ പെർസെ ഹട്ടാത്തെ ഹുവേ, അതിനെ മാറ്റിക്കൊണ്ട് തോത്തോച്ചാൻ വളരെയധികം സമ്മാനം നൽകിക്കൊണ്ട്, അതായത് സമ്മാനം എന്ന് പറഞ്ഞാൽ ബഹുമാനത്തോടെ അല്ലേ, സമ്മാൻ സെ ജുക്കർ, ബഹുമാനത്തോടെ ഇങ്ങനെ കുനിഞ്ഞു നിന്നുകൊണ്ട് വെൽക്കം ചെയ്യുകയാണ് യാസുക്കി ചാനെ തൻ്റെ മരത്തിലോട്ട്. മേരെ പേട് പർ തുമാരാ സ്വാഗതം, എൻ്റെ മരത്തിലോട്ട് നിനക്ക് സ്വാഗതം എന്ന് തോത്തോച്ചാൻ യാസുക്കി ചാനിനോട് പറയുകയാണ്. യാസുക്കി ചാൻ ഡാൽ കെ സഹാരെ ഖടാ ഥാ. അപ്പോൾ യാസുക്കി ചാൻ ആ ഡാൽ, അതായത് മരത്തിൻ്റെ ആ കൊമ്പ് ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ സപ്പോർട്ടിലാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ കുച്ച് ജിചക്ത ഹുവ വ മുസ്കുറായ, കുറച്ചൊരു മടി ഉണ്ടായിരുന്നു, കുറച്ച് പേടി. അപ്പോൾ ആ പേടിയോടെ അല്ലെങ്കിൽ ആ മടിയോടെ ഒന്ന് ചിരിച്ചു. തബ് ഉസ്നെ പൂച്ച ക്യാ മേ അന്തർ ആ സക്താ ഹൂം. അപ്പോൾ നല്ല മര്യാദയോടെ എല്ലാവരും എന്താണ് അപ്പുറത്തും ഇപ്പുറത്തും പറയാറ് മരത്തിലോട്ട് കയറാനായിട്ട് എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാമെ അന്തർ ആസക്താഹും എന്നാണ് ചോദിക്കാറ്. അപ്പോൾ അതുപോലെ യാസുക്കി ചാനും ഇപ്രാവശ്യം തോത്തോ ചാനോട് ചോദിച്ചു, ക്യാമെ അന്തർ ആസക്താഹും, ഞാൻ അകത്തോട്ട് പ്രവേശിച്ചോട്ടെ എന്ന് ചോദിച്ചു.
उस दिन यासुकी चान ने दुनिया की एक नई झलक देखी. അന്ന് യാസുക്കി ചാൻ ഈ ലോകത്തിൻ്റെ തന്നെ ഒരു പുതിയ കാഴ്ചയാണ് കണ്ടത്. അതായത് ഒരു പുതിയ രീതിയിലുള്ള ഒരു കാഴ്ച അല്ല, പുതിയ തരത്തിലുള്ള നെയ് ഝലക് ദേഖി ജിസെ ഉസ്നെ പെഹലെ കഭി ന ദേഖാ താ. ആ രീതിയിൽ ഈ ലോകത്തെ യാസുക്കി ചാൻ ഇതുവരെ കണ്ടിട്ടില്ല. तो ऐसा होता है पेड़ पर चढ़ना. അപ്പം ഇങ്ങനെയാണ് മരത്തിൽ നിങ്ങൾ കയറാറ് അല്ലേ. യാസുക്കി ചാനെ ഖുഷ് ഹോത്തെ ഹുവേ കാ, സന്തോഷത്തോടെ ഇങ്ങനെ പറഞ്ഞു. वे बड़ी देर तक पेड़ पर बैठे बैठे इधर उधर की गप्पे लड़ाते रहे. കുറേ സമയം അവർ ആ മരത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് അവിടുത്തെ ഇവിടുത്തെ ഒക്കെ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഒരു എന്താണ് എയിമില്ല, അതായത് എല്ലാ കാര്യങ്ങളും അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഗപ്പേ ലടാത്തെ റഹേ. मेरी बहन अमेरिका में है, उसने बताया है कि वहाँ एक चीज़ होती है टेलीविज़न. അപ്പോൾ യാസുക്കി ചാൻ പറയുകയാണ് തൻ്റെ ചേച്ചി അമേരിക്കയിലാണ്, അമേരിക്കയിൽ അവിടെ ഒരു സാധനമുണ്ടത്ര, ടെലിവിഷൻ ആണെന്നാണ് അതിൻ്റെ പേര് എന്നൊക്കെ യാസുക്കി ചാൻ പറയുകയാണ്. ഉമംഗ് സെ ഭറ ബതാ റഹാ താ, വളരെയധികം എക്സൈറ്റ്മെൻറ്റിലൂടെ ആകാംക്ഷയോടെ ഇങ്ങനെ പറയുകയാണ്. വ कहती है कि जब वह जापान में आ जाएगी तो हम घर बैठे बैठे ही സുമോ കുഷ്തി ദേഖ് സकेंगे. അപ്പോൾ ചേച്ചി പറയുകയാണ് ഇനി ജപ്പാനിലോട്ട് വരുമ്പോൾ ആ ടെലിവിഷനും കൊണ്ടുവരും, ആ സമയത്ത് ഞങ്ങൾക്ക് വീട്ടിൽ ഇരുന്നെടുത്ത് തന്നെ സുമോ കുഷ്തി എല്ലാം കാണാം. വ कहती है कि टेलीविज़न एक डिब्बे जैसा होता है. ചേച്ചി പറയുകയാണ് ഒരു ബോക്സ് പോലത്തെ ഒരു സാധനമാണ് ടെലിവിഷൻ എന്നത് എന്നൊക്കെ ചേച്ചി പറയാറുണ്ട്. അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. तोतो चान उस समय यह तो न समझ पाई कि यासुकी चान के लिए जो कहीं भी दूर तक चल नहीं सकता था, घर बैठे चीज़ों को देख लेने के क्या अर्थ होंगे. അപ്പോൾ തോത്തോ ചാനിന് ആ ഒരു കാര്യം മാത്രം മനസ്സിലാക്കാൻ സാധിച്ചില്ല. യാസുക്കി ചാൻ കെ ലിയെ ജോ കहीं भी दूर तक चल नहीं सकता. യാസുക്കി ചാനിന് ദൂരെ എവിടെയും പോകാൻ സാധ്യമല്ല, നടന്ന് നീങ്ങാൻ സാധ്യമല്ല. घर बैठे चीज़ों को देख लेने से क्या अर्थ होंगे. പക്ഷെ വീട്ടിലിരുന്ന് തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കി മനസ്സിലാക്കുന്നതുകൊണ്ട് എന്ത് ലഭിക്കാനാണ്. वह तो यही सोचती रही कि सुमो पहलवान घर में रखे किसी डिब्बे में कैसे समा जाएंगे. അവൾ ആലോചിക്കുന്നുണ്ടാവും. वह तो यही सोचती रही कि അതെന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു എങ്ങനെയായിരിക്കും ഇങ്ങനെ സുമോ പെഹൽവാൻ വീട്ടിൻ്റെ ഉള്ളിൽ ആ ഡിബ്ബയുടെ ഉള്ളിൽ ഇരിക്കുകയാണോ. കേസെ സമാജായെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അവരെങ്ങനെയാണ് അതിൽ സെറ്റാവുക അതിൻ്റെ ഉള്ളിൽ. കാരണം സുമോ പെഹൽവാൻ എന്ന് പറഞ്ഞാൽ വളരെയധികം തടിയും നല്ല ഹൈറ്റും ഒക്കെയുള്ള ആളുകളാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ആ ബോക്സിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഫിറ്റാവുക എന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഉൻക ആകാർ തോ ബഡാ ഹോത്താ ഹൈ, അവരുടെ ആകാരം അതായത് അവരുടെ ശരീരപ്രകൃതി എങ്ങനെയാണ്, വലിയ ശരീരപ്രകൃതിയാണ്. പർ ബാത്ത് ഉസെ ബഡി ലുഭാവനി ലഗി, പക്ഷെ അത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ലുഭാവനി ലഗി, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ആകർഷകരമായിട്ട് തോന്നി ആ ടെലിവിഷൻ എന്നത്. ഉൻ ദിനം ടെലിവിഷൻ കെ ബാരെ മേ കോയി നഹി ജാനതാ താ. ആ സമയത്ത് ആർക്കും ഈ ടെലിവിഷൻ എന്താണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. പെഹൽ യാസുക്കി ചാൻ നെ ഹി തോത്തോ ചാൻ കോ ഉസ്കെ ബാരെ മേ ബതായ താ. ആർക്കും അറിയില്ലായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് ആദ്യമായിട്ടെന്ന പോലെയാണ് യാസുക്കി ചാൻ്റെ അടുത്ത് നിന്ന് തോത്തോ ചാൻ ഇത് കേൾക്കുന്നത്, ഈ ടെലിവിഷൻ എന്നതിനെ പറ്റി. ഉസ്കെ ബാരെ മേ ബതായ താ. ഇപ്പോൾ പേഡ് മാനോ ഗീത് ഗാ രഹേ തേ. ആ സമയത്ത് തോന്നും അവർ രണ്ടുപേരും ഇങ്ങനെ സന്തോഷത്തോടെ അവിടെ ഇരിക്കുകയാണ് അല്ലേ, എന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ പേഡ് മാനോ ഗീത് ഗാ രഹേ തേ. ആ സന്തോഷം കൊണ്ട് ആ മരം തന്നെ പാട്ട് പാടുന്നത് പോലെ തോന്നുകയായിരുന്നു. ദോനോ ബേഹദ് ഖുഷ് തേ. വളരെയധികം സന്തോഷവാന്മാരായിരുന്നു രണ്ടുപേരും. യാസുക്കി ചാൻ കെ ലിയെ പേഡ് പർ ചढ़ने का यह पहला और अंतिम मौका था. യാസുക്കി ചാനാണെങ്കിലോ ആ മരത്തിൽ കയറാനുള്ള ആദ്യത്തെയും അവസാനത്തെയും ഒരു ചാൻസ് തന്നെയായിരുന്നു എന്നാണ് ലേഖകൻ പറയുന്നത്. तोतो चान विश्व साहित्य की एक अमूल्य निधि है जो मूलतः जापानी भाषा में लिखी गई है. അപ്പോൾ തോത്തോ ചാൻ എന്നത് വിശ്വസാഹിത്യത്തിൻ്റെ തന്നെ ഈ ലോകത്തിലെ സാഹിത്യത്തിൽ തന്നെ ഒരു അമൂല്യമായിട്ടുള്ള നിധി എന്ന് തന്നെ പറയാം. ജോ മൂലതഃ ജാപ്പാനി ഭാഷാമേ ലിഖി ഗയ. അത് മെയിനായിട്ട് ജാപ്പാനി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ അനുവാദം അതായത് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ കുറേ ഭാഷകളിൽ, ലോകത്തിലെ കുറേ ഭാഷകളിൽ തന്നെ ചെയ്യപ്പെട്ടിരിക്കുന്നു. യഹ് ഏക് ऐसी अद्भुत पाठशाला और उसमें पढ़ने वाले बच्चों की कहानी है जिनके लिए रेल के डिब्बे कक्षाएं थी, गहरी जड़ों वाले पेड़, पाठशाला का गेट, शाखा बच्चों के खेलने के कोने. അപ്പോൾ ഇതൊരു അത്ഭുതമായിട്ടുള്ള ഒരു സ്കൂള് എന്ന് തന്നെ പറയാം. മാത്രമല്ല അതിൽ പഠിക്കുന്ന കുട്ടികളുടെ കഥകൾ,
അത് എന്തൊക്കെയാണ് അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതായത് ജിൻകെ ലിയെ റെയിൽ കെ ഡിബ്ബെ കക്ഷായം തെ, ആ കുട്ടികൾക്ക് എങ്ങനെയാണ് ആ റെയിലിൻ്റെ ഡബ്ബകൾ തന്നെയാണ് എന്താണ് ക്ലാസ് റൂം. പിന്നെ ഗഹരി ജഡവും വാലെ പേട്ട് പാഠശാല, അപ്പോൾ നല്ല ഡീപ്പായിട്ടുള്ള എന്താണ് ജഡ് എന്ന് പറഞ്ഞാൽ വേരുകൾ തന്നെയാണ്, ആ മരത്തിൻ്റെ വേരുകൾ തന്നെയാണ് ഗേറ്റ്. പിന്നെ ശാഖ ബച്ചോക്കെ ഖേൽനേക്ക് കോനെ, അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള കോർണറായിട്ടാണ് ഈ ശാഖകളെ, അതിൻ്റെ ശാഖകളെ കാണുന്നത് മരത്തിൻ്റെ. इस अनोखे स्कूल के संस्थापक थे श्री കൊബായാഷി എന്ന മനുഷ്യനാണ് സ്ഥാപകനായിരുന്നത്. ലേഖിക സ്വയം ഈ സ്കൂൾ കി ഛാത്ര തീ, ലേഖിക സ്വയം ഈ സ്കൂളിൻ്റെ ഒരു എന്താണ് ഛാത്ര, ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഉനി കെ ബച്പൻ കെ അനുഭവവും पर आधारित है पुस्तक തോത്തോച്ചാൻ കാ യ അംശ് അപൂർവ അനുഭവം. ആ അവരുടെ തന്നെ, അതായത് ലേഖികയുടെ തന്നെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ അത് ആധാരമാക്കിയിട്ട്, അതായത് അതിനെ എയിം ചെയ്തിട്ടാണ്, ആ അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. അതായത് തോത്തോച്ചാൻ കാ യ അംശ് അപൂർവ അനുഭവം, ഇതൊരു അപൂർവമായിട്ടുള്ള ഒരു അനുഭവമാണ് എന്നാണ് പറയുന്നത്. ആരാംദേഹ് എന്ന് പറഞ്ഞാൽ ആരാം ദേനി വാലി, അതായത് വിശ്രമം നൽകുന്ന ടൈപ്പ്. ആമന്ത്രിത് എന്ന് പറഞ്ഞാൽ ബുലായ ജാന, ഇൻവൈറ്റ് ചെയ്യപ്പെടുക, വിളിക്കപ്പെടുക. സൂന എന്ന് പറഞ്ഞാൽ ഖാലി, നിശബ്ദമായിട്ടുള്ള ഖാലി ആയിട്ടുള്ള ഒരു സ്ഥലം, സൂന. ഉത്തേജിത് എന്ന് പറഞ്ഞാൽ ജോഷ്മിയാന, എക്സൈറ്റഡ് ആവുക. ടിറ്റിയാക്കർ എന്ന് പറഞ്ഞാൽ ഖിൽഖിലാക്കർ, ഇങ്ങനെ സന്തോഷത്തോടെ ചിരിക്കുക, ഖിൽഖിലാക്കർ. ധക്കിയാന എന്ന് പറഞ്ഞാൽ ധക്കാദേന, ഇങ്ങനെ തള്ളി വിടുക, തള്ളുക. ഛപ്പർ ഝോംപടി കെ ഊപ്പർ കി ഛത്ത്, ഛപ്പർ എന്ന് പറഞ്ഞാൽ ഝോംപടി കെ ഊപ്പർ കി ഛത്ത്, ഒരു കുടിലിൻ്റെ മുകളിലുള്ള ആ മേൽക്കൂരയാണ് ഛപ്പർ എന്ന് പറയുന്നത്. തിപ്പായി എന്ന് പറഞ്ഞാൽ തീൻ പേരോ വാല, അതായത് 3 കാലുകളുള്ള. തർബത്തർ ഭിഗി ഹുയി, നനഞ്ഞിരിക്കുന്നത്. ധർണേമേ എന്ന് പറഞ്ഞാൽ റഖ്നേമേ, വയ്ക്കുന്നതിന്. ഹുറേ എന്ന് പറഞ്ഞാൽ ജീത് കി ഖുഷി വ്യക്ത് കർണേ വാല ശബ്ദ്, ആ സന്തോഷത്തിൻ്റെ ഒരു ശബ്ദമാണ്, അതായത് എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പറയുന്ന, സന്തോഷത്തോടെ പറയുന്ന ഒരു വേർഡാണ് ഹുറേ. താംന എന്ന് പറഞ്ഞാൽ പക്കഡ്ന, പിടിക്കുക. ജോക്കിം എന്ന് പറഞ്ഞാൽ ഖത്ര, റിസ്ക്. പിന്നെ ജിജക്ത ഹുവ എന്ന് പറഞ്ഞാൽ സങ്കോച് കർത്ത, ഒരു മടി കാണിക്കുക, സങ്കോചിക്കുക. സുമോ കുഷ്തി ജപ്പാനി പെഹൽവാനോക്കി കുഷ്തി, അപ്പോൾ ജപ്പാനിലെ കുഷ്തിക്കാരാണ് ഈ സുമോ എന്ന് പറയുന്നത്. സുമോ കുഷ്തി എന്ന് പറഞ്ഞാൽ ഈ സുമോ ചെയ്യുന്ന ആ കുഷ്തിയാണ് സുമോ കുഷ്തി എന്ന് പറയുന്നത്. ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, അതായത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്